നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/8/2026 വൈകിട്ട് ബുധനാഴ്ച റബ്ബർ വിലയും സ്വർണ്ണവിലയും. ഇന്നത്തെ വർധനവെന്ന് പറഞ്ഞാൽ 1 ഗ്രാമിൻ്റെ മുകളിൽ 95 രൂപയും 1 പവൻ്റെ മുകളിൽ 760 രൂപയാണ് സ്വർണ്ണവില ഇന്ന് വർധനവ്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വിലക്കയറ്റമുണ്ടായതാണ് സംസ്ഥാനത്തിലെ സ്വർണ്ണവിലയിലും നിരക്ക് പ്രതിഫലിക്കുന്നത്. അതേസമയം 1 ഗ്രാം വെള്ളിയുടെ വിലയും ഇന്ന് കൂടിയിരിക്കുക. 1 ഗ്രാമിന് 255 രൂപ, ഒരു 10 ഗ്രാം വെള്ളിക്ക് 2550 രൂപയാണ് ഇപ്പോൾ വെള്ളി വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 70 ക്യാരറ്റ് 1 ഗ്രാം 14,195, 1 പവൻ 1,13,560 അതുപോലെ 24 ക്യാരറ്റ് 15,486, 1 പവൻ 1,23,888. അതുപോലെ 18 ക്യാരറ്റ് 11,614, 1 പവൻ 92,912. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പശു ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ബ്രേക്കില്ലാതെ ഇങ്ങനെ സ്വർണ്ണവില കുതിപ്പിൽ ഓണം വിപണി ലക്ഷ്യമാക്കി കുതിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് മിക്ക സ്വർണ്ണപ്രേമികളും. വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS പാർക്കിലെ 283, RSS പാർക്കിലെ 280, ISN 20 256, ലാറ്റക്സ് 60% യാസിൽ 275 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS പാർക്കിലെ 283, RSS പാർക്കിലെ 280, അഗർത്തല വില നോക്കുമ്പോൾ RSS പാർക്കിലെ 276, RSS പാർക്കിലെ 273. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% യാസിൽ ഒട്ടുപാൽ കിലോ 192, 60% യാസിൽ ഒട്ടുപാൽ കിലോ 144. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. റബ്ബർ വില ഇപ്പം മാറ്റമില്ലാതെ നിശ്ചലമായി നിൽക്കുകയാണ് റബ്ബർ വില. ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് തിരുവോണം ഓഗസ്റ്റ് 26-നാണ്. ഒന്നാം ഓണം ഉത്രാടം ചിങ്ങം 25-നാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേക KSRTC ബസ്സുകളാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത. KSRTC പ്രത്യേക അന്തർസംസ്ഥാന സർവീസുകളുടെ റിസർവേഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന് KSRTC വ്യക്തമാക്കി. യാത്രാ ടിക്കറ്റുകൾ KSRTCയുടെ വെബ്സൈറ്റിലൂടെയും എൻ്റെ KSRTC നിയോ OPRS മൊബൈൽ ആപ്പ് വഴിയും എളുപ്പത്തിൽ ബുക്ക് ചെയ്യാം. ഓൺലൈനായി ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് സംസ്ഥാനത്തെ എല്ലാ KSRTC റിസർവേഷൻ കൗണ്ടറുകളിലും ബുക്കിംഗ് സൗകര്യമുണ്ടാകും. വരെ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്ത് തന്നെ പോകുക. അതിനായി വിപുലമായ സംവിധാനങ്ങളാണ് KSRTCയിൽ ഒരുക്കിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KSRTC വളർച്ചയുടെ പാതയിലാണ്. അതിനെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.